നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. ഒരുപാട് ഏകാദശികളുണ്ട്. എന്താണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ എന്താണ് വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പറയുന്ന ഈ ഏകാദശിയുടെ പ്രത്യേകത? ശരിക്ക് ഏകാദശികളിൽ പൂർണ്ണ ഉപവാസം എടുക്കുന്ന ഒരേ ഒരു ഏകാദശിയുള്ളൂ, അത് സ്വർഗവാതിൽ ഏകാദശിയാണ്. പൂർണ്ണ ഉപവാസം എടുക്കുന്ന, നിഷ്കർഷിക്കുന്ന. അതിപ്പോ എന്താ അങ്ങനെ? എല്ലാം അങ്ങനെയൊക്കെ തന്നെയല്ലേ? അല്ലല്ലോ, ഇതിന് കേമത്തുണ്ടേ. എന്താ അത്? അതിനൊരു കഥയുണ്ട്. നമ്മുടെ ദേവേന്ദ്രന്റെ ഇന്ദ്രസദസ്സും ആ ദേവേന്ദ്രൻ ഇരിക്കുന്ന ദേവന്മാരുടെ ലോകം മുരാരി എന്ന് പറയുന്ന ഒരു അസുരനും അദ്ദേഹത്തിന്റെ പിതാവും കൂടി ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദേവന്മാരൊക്കെ പുറത്തു. എന്താ ചെയ്യുക? അവര് കൈലാസനാഥന്റെ അടുത്ത് വന്നു. ഭഗവാനെ അനുഗ്രഹിക്കണം, ദേവലോകം തിരിച്ചു വരണം, ഇന്ദ്ര സദസ് തിരിച്ചു വരണം. ഈ കാര്യത്തിൽ ഞാനല്ല കേമൻ, നിങ്ങൾ വൈകുണ്ഠത്തിലേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വൈകുണ്ഠത്തിൽ ചെന്നു. ഈ വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു വൈകുണ്ഠനാഥിൽ നിന്ന് ഒരു ദേവി ഉണ്ടാകുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ദേവിയാണ് ഏകാദശി എന്ന് പറയുന്ന ദേവിയാണ്. സ്വർഗവാതിൽ ആ ഒരു ദേവി ഉണ്ടാകുകയാണ്. ആ ദേവി യുദ്ധം ചെയ്ത് ഈ അസുരനെ കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇന്ദ്രസദസ്സൊക്കെ വാങ്ങി ദേവന്മാർക്ക് കൊടുത്തു. ദേവന്മാരെല്ലാം സന്തോഷപ്രിയരായി കഴിഞ്ഞപ്പോൾ ദേവന്മാർ ചോദിച്ചു, എന്ത് വരമാണ് അങ്ങേക്ക് തരണ്ടേ എന്ന് ദേവിയോട് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു, എൻ്റെ പേരിൽ ഒരു ഉപവാസം ഉണ്ടാവണം, ആ ഉപവാസം എടുക്കാത്തവരെ ശിക്ഷിക്കണം, ആ ഉപവാസം എൻ്റെ പേരിലായിരിക്കണം. അങ്ങനെ ഒരു അനുഗ്രഹകല ചോദിച്ചു, അല്ലെങ്കിൽ ഒരു വരം ചോദിച്ചു. ദേവന്മാർ സമ്മതിച്ചു. അപ്പം ആ ദേവന്മാർ സമ്മതിച്ച് അങ്ങനെയാണ് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന നൊയമ്പുണ്ടാവണേ. അപ്പം അതിൻ്റെ അർത്ഥം ഈ ദേവീ സങ്കല്പത്തിലാണ് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നതെങ്കിലും മഹാവിഷ്ണുവിനാണ് ഇവിടെ പ്രാധാന്യം. വിഷ്ണു സങ്കല്പത്തിലാണ് നമ്മളത് എടുക്കണേ. എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാര്, ആ ദേവന്മാർക്ക് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ എല്ലാ അനുഗ്രഹകരകളും ദേവലോകവും തിരികെ വാങ്ങിക്കൊടുത്ത ആ ഭഗവതിയെ ഓർമ്മിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ആ ദേവിയുടെ അതേ നാമത്തിൽ നമ്മൾ ആചരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ അതേ ദേവി എല്ലാ ദേവന്മാരും ചോദിച്ചു വാങ്ങിയ വരം, എന്നെ ഇതേ ദിവസം ഉപവാസിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകാൻ പറ്റുന്ന ഒരു വരം വേണം, അങ്ങനെയാ പറയണേ. അപ്പൊ അതിന് 2-3 കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സ്വർഗവാതിൽ ഏകാദശി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ ഉള്ള ഒരു ഏകാദശി എന്ന് മാത്രം ധരിക്കുന്ന കുറച്ചുണ്ടെങ്കിൽ അത് മാത്രമല്ല. ശരിക്ക് കേമായിട്ട് ഒരാഹാരവും കഴിക്കാതെ പൂർണ്ണ ഉപവാസത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഒന്ന്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, അവനവൻ്റെ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുക എന്നൊക്കെ പറയണം മലയാള ഭാഷയിൽ. എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാർക്ക് ഇത് വാങ്ങിക്കൊടുത്ത ശക്തിയായി നിൽക്കുന്ന ആ ഭഗവതിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണോ നമ്മുടെ നഷ്ടം, എന്താണോ നമുക്ക് ഉണ്ടാകാത്തത്, എന്താണോ നമ്മളിൽ നിന്ന് ഇല്ലാതെ പോയത്, ആ സാധനങ്ങളെയെല്ലാം, അല്ലെങ്കിൽ ആ വസ്തുക്കളെയെല്ലാം, അല്ലെങ്കിൽ ആ സംഭവങ്ങളെ നമുക്ക് തിരിച്ചു നൽകാൻ പറ്റുന്ന ഏറ്റവും ശക്തിമത്തായ ദിവസം കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി. അതിൻ്റെ ആ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര അല്ലേ, എന്താ ഗംഭീര അല്ലേ? ഒന്ന് ആലോചിക്കുക. വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല.
ആ ഭഗവതി ആണ് ഇതെല്ലാം തിരിച്ചു പഠിച്ചോക്കട്ടെ. ആ ഭഗവതി പറഞ്ഞേക്കണേ എന്നെ ഉപാസിച്ചോളൂ, ഇതേ ദിവസം എൻ്റെ പേരിൽ ഇതേ സംരക്ഷണം ഞാൻ നിങ്ങൾക്ക് തരും. എങ്ങനെയുള്ള സംരക്ഷണം? ഈ ദേവന്മാർക്ക് മുഴുവൻ കൊടുത്ത് എല്ലാം നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കൊടുത്ത ഇന്ദ്രസരസ്വര തിരിച്ചു വെച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ആ അനുഗ്രഹകലയുള്ള ഭഗവതിയെ ഉപാസിച്ചുകൊണ്ട് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ ദർശനവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പുള്ള വസ്തുവകകൾ, നഷ്ടപ്പെട്ടു എന്നുള്ള സാധന സാമഗ്രികൾ, നഷ്ടപ്പെട്ടു എന്നുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി. എന്താലേ! അതുമാത്രമല്ല, ഈ ഭഗവാൻ മഹാവിഷ്ണുവിനെ വേറൊരു പേരുണ്ട്, മുരാരി, അങ്ങനെ വിളിക്കാറുണ്ടല്ലോ. അതിങ്ങനെ ഇദ്ദേഹത്തെ ഈ വധിച്ച അതിൻ്റെ പേരിൽ അങ്ങനെ വന്നെ. അത് വൈഷ്ണവ സങ്കല്പത്തോടെ പൂർണ്ണം നിറഞ്ഞതാണ്. സുഹൃതം, ദുഷ്കൃതങ്ങളെ മുഴുവനില്ലാണ്ടാക്കി സുഹൃതത്തെ കിട്ടുന്ന അവസ്ഥ, അതും കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി. നമ്മുടെ ശാപതാപാദികളെ, പാപങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സങ്കടങ്ങളായി നിൽക്കുന്ന പ്രവൃത്തികളെയെല്ലാം നമ്മുടെ ആ സങ്കട കടലിൽ നിന്ന്, അല്ലെങ്കിൽ ദുരിതത്തിന്റെ കടലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ദുഷ്കൃതത്തിന്റെ കടലിൽ നമ്മളുണ്ട്. അങ്ങനെ തന്നെ നിരീക്ഷിച്ചാലേ നമുക്ക് സുഹൃതം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ദുഷ്കൃതത്തിൽ നിന്ന് നമ്മളെ കരകയറ്റി സുഹൃതമായി നിൽക്കുന്ന, അത് ആത്മീയമായിട്ടായാലും ഭൗതികപരമായിട്ടായാലും, ആത്മീയം ആ സുഹൃതം നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണെങ്കിൽ, ഭൗതിക എന്താ, ഇന്ദ്രൻ സദസ്സ് നഷ്ടപ്പെട്ട ഭഗവാന്മാർക്ക് ദേവലോകം തിരിച്ചു കൊടുത്ത അതേ ഭൗതിക സുഖം ഒരേപോലെ, ഒരേ രീതിയിൽ, ആത്മീയ സുഖവും ഭൗതിക സുഖം ഒരേപോലെ ഒരേ രീതിയിൽ നമുക്ക് ലഭിക്കാൻ ഇടയാകുന്ന ഒരേ ഒരു ദിവസം. എനിക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് കേമത്തമായൊരു ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി. തലേ ദിവസം വൈകുന്നേരം ഒരിക്കലെടുത്ത് അരിയാഹാരം കഴിക്കാതെ ഒരിക്കലെടുക്കുക. സ്വർഗവാതിൽ ഏകാദശി എന്ന് പൂർണ്ണനോയമ്പെടുത്ത് ദ്വാദശിയുടെ അന്ന് അമ്പലത്തിൽ പോയി, വിഷ്ണുക്ഷേത്രത്തിൽ പോയി പാരണ വീടി, പകൽ ഉറങ്ങാതെ വിഷ്ണുനാമങ്ങൾ ജപിച്ച്, വിഷ്ണു കീർത്തനങ്ങൾ കേട്ട്, നല്ല വസ്തുക്കൾ മാത്രം ധരിച്ച്, നല്ല ചിന്തകൾ മാത്രം സംസാരിച്ച്, അധികം സംസാരമൊന്നും വേണ്ട, ഒരുപാട് സംസാരങ്ങളൊന്നും വേണ്ട. കാരണം കാതിനിമ്പമുള്ള ഭക്തിയുടെ സൂത്രങ്ങൾ മാത്രം കേട്ടാൽ മതി. അതുകൊണ്ട് അങ്ങനെ പറയണേ. മനസ്സിനും ഭക്തിക്കും ഇമ്പമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുന്നതുകൊണ്ട് അധികം സംസാരമോ ഇൻട്രാക്ഷൻസോ മറ്റൊന്നും ഇല്ലാതെ നിൽക്കുക. ധാരാളം നാരായണനാമം ജപിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, അങ്ങനെയുള്ള നാമാദികളൊക്കെ ജപിക്കാം, പ്രാർത്ഥിക്കാം. എങ്ങനെ ഭഗവാന്മാര് ഭഗവതിയെ ഉപാസിച്ചോ അതേപോലെ തന്നെ നമുക്ക് ഭഗവതിയെ ഉപാസിക്കാം. വൈഷ്ണവ സങ്കല്പത്തിൽ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ മതി. പാരണ വീടുമ്പോൾ ഒരാഗ്രഹ പൂർത്തീകരണമായിട്ട്, നഷ്ടത്തിനെ തിരിച്ചു കിട്ടുന്നതായിട്ട്, അതേ സങ്കല്പത്തിലൂടെ, അതേ ഭാവത്തോടു കൂടി, അതേ രീതിയിൽ പ്രാർത്ഥന ചെയ്തോളൂ. അതിൻ്റെ ഫലം അങ്ങോട്ട് കേമായിട്ട് വരും, യാതൊരു സംശയവും. ഒന്നും നോക്കണ്ട. ആരും പരമാവധി അസുഖമുള്ളവരൊഴിച്ച് മാക്സിമം ആൾക്കാർ ഈ ഒരു ദിവസം ഭഗവാന് വേണ്ടി നാമജപാദികളായി മാറ്റിവെക്കുക. ഒരു ദിവസമാണ്, വളരെ കേമത്താണ്, വളരെ ഗംഭീരാണ്. ചില നൊയമ്പുകൾ ഭക്തിയുടെ സുഹൃതത്തെ നൽകുവാണെങ്കിൽ, ഭക്തിപരമായ സുഹൃതവും ഭൗതിക സുഹൃതവും ഒരുമിച്ച് നൽകുന്ന കേമായ ദിവസമാണ്. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. ഭഗവാൻ മഹാവിഷ്ണു ശരിക്കും നിങ്ങളുടെ അന്തരാളങ്ങളിൽ ആടി തിമിർക്കട്ടെ. അതിൻ്റെ അനുഗ്രഹകല ഓരോ കുടുംബത്തേക്കും വരട്ടെ. അടുത്ത വർഷം സ്വർഗവാതിൽ ഏകാദശി ആകുമ്പോൾ എനിക്ക് അടുത്ത കമൻറ്റ് ബോക്സിൽ കാണണം കഴിഞ്ഞ സ്വർഗവാതിൽ ഏകാദശിക്ക് കിട്ടിയ സുഖ സൗകര്യങ്ങളെക്കുറിച്ച്, അതിനുശേഷം നടന്ന ആഗ്രഹങ്ങളെക്കുറിച്ച്. അത് ഞാൻ കണ്ടിരിക്കും, കാണും, എനിക്ക് കാണാൻ പറ്റും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.